സഭയുടെ നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായി വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ദൈവനാമമാത്രത്തിനു വേണ്ടി ചെയ്ത് തീർക്കേണ്ടതിന് അവിടെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചുവല്ലോ. സഭയുടെ തലയാകുന്ന ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ അനുസരിക്കുന്ന ജനതയായി സഭയായി മുന്നേറേണ്ടതിന് ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും സ്തോത്രം. അവിടുന്ന് വചനമായി അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ പാർത്തുവല്ലോ. അവിടുത്തെ ശരീരം തിരുവചനമാകുന്നു എന്ന് തിരിച്ചറിയുവാനും ഞങ്ങൾ കേൾക്കുന്നതും ഞങ്ങൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ജീവനുള്ള ഞങ്ങളുടെ കർത്താവിനെ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ ജീവന്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. അവിടുത്തെ വചനത്താലും അവിടുത്തെ ശരീരരക്തങ്ങളാലും സർവോപരി അവിടുത്തെ ആത്മാവിനാലും ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അടിയനോട് സംസാരിക്കണമേ, അടിയനിലൂടെ നിന്റെ ജനത്തോട് സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ അനുസരിപ്പാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയന്യ റൈറ്റ് ഓണർ ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹമുള്ള നമ്മളുടെ ക്ലർജി സെക്രട്ടറി ബിജോയ് അച്ഛൻ, ഈ മൂവാറ്റുപുഴ സഭാ ജില്ലയ്ക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ സെബാസ്റ്റ്യൻ അച്ഛൻ, ഈ വിശുദ്ധമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വൈദികർ, ഇവാഞ്ചലിസ്റ്റ്, സഭാ ശുശ്രൂഷകർ, മിഷണർമാർ, സർവോപരി ജില്ലാ കൗൺസിൽ സാമാജികരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഈ പ്രഭാത ആരാധനയിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കൗൺസിൽ എന്ന് നാം വിളിക്കപ്പെടുന്നതിന് ആ വാക്കിന് സുറിയാനി ഭാഷയിൽ സുനഹദോസ് എന്നൊരു പദമാണ് ഉള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കൗൺസിലിനെ കുറിച്ച്, ആദ്യത്തെ കൗൺസിലിനെ കുറിച്ച് പരാമർശിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിലാണ്. അവിടെ AD 49 ആ കൗൺസിൽ നടത്തപ്പെട്ടു എന്നാണ് ചരിത്ര ലിഖിതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജെറുസലേം കൗൺസിൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. AD 49 കാലഘട്ടങ്ങളിൽ സഭയെ വിളിച്ച പ്രധാന പദം, സഭയുടെ പ്രാരംഭ ഘട്ടങ്ങളാകയാൽ എക്ലീസിയ, എക്ക് എന്ന ഗ്രീക്ക് വാക്കിന് ഫ്രം, ഔട്ട് ഓഫ് എന്നീ അർത്ഥമാണുള്ളത്. കാലയോ എന്ന ഗ്രീക്കിൻ്റെ വാക്കിനർത്ഥം ഐ കോളിംഗ് എന്ന പദമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ രണ്ട് വാക്കും ചേർന്ന ഒരു രൂപമാണ് എക്ലീസിയ. കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് ആ വാക്കിനെ നാം മനസ്സിലാക്കുന്നത്. ആരോ ഒരാൾ വിളിച്ചു, ആ വിളി ഞാൻ കേട്ടു, ആ വിളിക്ക് അനുസൃതമായി ജീവിപ്പാൻ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അതാണ് കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി എന്ന എക്ലീസിയ എന്ന വാക്കിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ എക്ലീസിയാസ്റ്റസ് എന്ന് പറയപ്പെടുന്ന സഭാ പ്രസംഗി എന്ന പുസ്തകം നമുക്ക് പരിചിതമാണ്. അവിടെ ഈ പ്രയോഗമാണ്, എക്ലീസിയയിൽ നിന്നാണ് ആ വാക്കും ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. എന്നാൽ കാലക്രമത്തിൽ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി എന്ന വാക്കിന് അതിനേക്കാൾ ഉപരിയായി മറ്റൊരു പദമാണ് പിന്നീട് സഭയ്ക്ക് രൂപപ്പെട്ടു വരുവാനായിട്ട് ഇടയായത്. അതാണ് ചർച്ച് എന്ന് രൂപപ്പെടുവാൻ. നമ്മൾ ചർച്ച് എന്ന് പറയുന്നത് എക്ലീസിയ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അർത്ഥമല്ല. അത് എക്ലീസിയ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നർത്ഥമാണ്. എന്നാൽ ചർച്ച് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അടിസ്ഥാന പദം വാസ്തവത്തിൽ കുരിയോസ് എന്ന് പറയുന്ന ഗ്രീക്കായിരുന്നു. കുറിയോസ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്ക് രൂപപ്പെടുന്നതിനും വലിയ ചരിത്രമാണുള്ളത്. ഇസ്രായേൽ തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പേരിന് 4 അക്ഷരങ്ങളിലൂടെ വിളിക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ ആ 4 അക്ഷരം ഉച്ചരിക്കാൻ ഒരു ഇസ്രായേൽ ജനതയ്ക്കും അവകാശമില്ല. അത്രയും പരിശുദ്ധമായിരുന്നാണ്. എബ്രായ ഭാഷയിലാണ് അത് നമ്മൾ പഠിക്കുന്നത്. യോദ്, ഹേ, വാവ്, ഹേ എന്ന് പറയുന്ന 4 എബ്രായ അക്ഷരങ്ങളാണ് അതിനുള്ളത്. അതിനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുമ്പോൾ യോദ് എന്നുള്ളതിന് Y എന്ന അക്ഷരമാണ് ഉപയോഗിക്കുക. അതുപോലെ ഹേയ്ക്ക് H എന്ന അക്ഷരമാണ് ഉപയോഗിക്കുക.
വാവ് എന്ന എബ്രായ പദത്തിന് W എന്ന അക്ഷരമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. വീണ്ടും ഹേ തന്നെ പറയുന്നുണ്ട്, വീണ്ടും YHWH എന്ന് പറയുന്ന 4 അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുവാൻ അവകാശമില്ലാത്ത ജനതയാണ് ഇസ്രായേൽ. കാരണം ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്ന കൽപ്പന അവരുടെ ഹൃദയത്തിൽ മഥിച്ചിരുന്നു. അതുകൊണ്ട് അവർ ആ 4 അക്ഷരം കാണുന്നിടത്തെല്ലാം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അത് അദോണായി എന്ന് പറയുന്ന മറ്റൊരു എബ്രായ വാക്കായിരുന്നു. ADONAY. അദോണായി എന്ന പദത്തിനാണ് കർത്താവ് എന്നർത്ഥമുള്ളത്. ആ പദമാണ് അത് ദൈവത്തെ വിളിക്കുവാനായിട്ട് ഇസ്രായേൽ ജനം ഉപയോഗിച്ചു വന്നത്. എന്നാൽ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് 40 നാള് വിശ്വാസ സമൂഹത്തിന്റെ കൂടെ നടന്നപ്പോൾ, മരിച്ചതിന് ശേഷവും ജീവിക്കാമെന്ന് യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, ആ സമൂഹം ആകപ്പാടെ തങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ലഭിക്കാത്ത ഈ മരണത്തിന് ശേഷമുള്ള ഈ അപ്പിയറൻസ് അല്ലെങ്കിൽ പ്രത്യക്ഷതയും അനുഭവങ്ങളും ആ മരിച്ച യേശുവിനോട് ചേർന്ന് ഒരുമിച്ച് ഭക്ഷിക്കുവാനും സംസാരിക്കുവാനും ജീവിക്കുവാനും നടക്കുവാനും ഉറങ്ങുവാനും എല്ലാം കഴിയുന്ന ആ അവസ്ഥ അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ വിശ്വാസ സമൂഹമാണ് ഈ യേശുവാണ് യഥാർത്ഥത്തിൽ YHWH എന്നർത്ഥം വരുന്ന അദോണായി എന്നവർ വിളിക്കാൻ തുടങ്ങി. യേശുവാണ് കർത്താവ് എന്ന് അവർ അറിയുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ മുതലാണ്. അപ്പൊ യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ സമൂഹം അത് കേൾക്കാൻ തുടങ്ങി. സഭ ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞു യേശുവാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് ആദിമസഭ പെന്തക്കോസ്ത് നാൾ മുതൽ ആവർത്തിച്ച് വെളിപ്പെടുത്തിയതിലൂടെ സംഭവിച്ചത്, അന്ന് വരെ 2 സമൂഹങ്ങൾ കർത്താവ് എന്ന നിലയിൽ മറ്റ് വ്യക്തിത്വങ്ങളെ വിളിച്ചിരുന്നു. ഒന്ന് നാം പറഞ്ഞ ഇസ്രായേൽ ജനത തന്നെയാണ്, അഥവാ യഹൂദ ജനതയാണ്. യഹൂദ ജനതയെ സംബന്ധിച്ചോളം അവരുടെ ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ പേരാണ് കർത്താവ്. അത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ സഭ അങ്ങനെ കാണുമ്പോൾ ഏതോ കുറ്റം ചെയ്തതിനാല്, ദൈവ ദൂഷണം പറഞ്ഞതിനാല്, അത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന്റെ പേര് യേശുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാരായവർ യേശുവിനെ ഏറ്റുപറയുന്നവരെ ധിക്കരിക്കുവാനും അവരെ പള്ളി ഭ്രഷ്ടരാക്കുവാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ ജനത, യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന ജനത, യഹൂദന്മാരുടെ കണ്ണിലെ കരടായി മാറുകയാണ്. അവർക്ക് അവരെ കേൾക്കുവാൻ, അവരെ അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല. ആയതുപോലെ അതിനെതിരായ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ആ നാളുകളിൽ നീറോ, ഡൊമീഷ്യൻ, അതുപോലെ തന്നെ അഗസ്റ്റസ് മുതലായ റോമൻ ചക്രവർത്തിമാർ, അവർ ചക്രവർത്തി പൂജയ്ക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്ത കാലഘട്ടമാണ്. അവര് ചക്രവർത്തിമാരെ വിളിക്കുവാൻ, അല്ലെങ്കിൽ കൈസർ എന്ന് വിളിക്കപ്പെടുന്ന റോമൻ ചക്രവർത്തിമാരെയും കർത്താവെന്ന് വിളിക്കാവൂ, ഏറ്റവും ഉന്നതമായ നാമത്തിൽ മാത്രമേ ഈ കൈസറിനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും നാട് നീളെ കൈസറിനെ ആരാധിക്കുവാൻ ജനങ്ങൾ പടയാളികളാൽ നിയോഗിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരു ചെറിയ കൂട്ടം മാറി നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് അവർ പറയുവാൻ തുടങ്ങി. 2 തരത്തിലുള്ള പീഡനങ്ങളിലേക്ക് ആദിമസഭ വീഴുകയാണ്. ഒന്നാമത്തെ പീഡനം എന്ന് പറയുന്നത് അത് യഹൂദന്മാരാണ് അവർക്കെതിരെ നിൽക്കുന്നത്. യഹൂദന്മാരായ ഞങ്ങളുടെ ദൈവത്തിന്റെ പേരിനെ എന്തുകൊണ്ട് യേശുവിന് നിങ്ങൾ വിളിക്കുന്നു? അത് അവരുടെ ചോദ്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവമില്ലാത്തവരാണ്, അതേ സഭയ്ക്ക് വിരുദ്ധമായി ദുരുപദേശത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പടയാളികൾ എവിടെയെല്ലാം ഉണ്ടോ, പാക്സ് റൊമാന എന്ന് പറയുന്ന പ്രത്യേകമായ മിലിറ്ററി സിസ്റ്റത്തിലൂടെ ഓരോ ജനത്തിന്റെ ഇടപെടലുകളെ കൃത്യമായി വീക്ഷിക്കുവാൻ സംവിധാനം ചെയ്ത റോമ ഗവൺമെന്റിന്റെ പടയാളികൾ എവിടെയെല്ലാമാണ് കൈസറെ അല്ലാതെ മറ്റേ ആരെങ്കിലും കർത്താവെന്ന് വിളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇതാ യേശുവിനെ നേരിട്ട് കണ്ട് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിച്ച് യേശുവിന്റെ നാമത്തില് പാപമോചനം പ്രാപിച്ച ജനതകൾ ശക്തമായി യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാഷ്ട്രീയപരമായ പീഡനങ്ങൾ ആദിമസഭയ്ക്ക് മുമ്പേ അഴിച്ചുവിടുവാനായിട്ടിടയായി. അങ്ങനെ ഈ ഒറ്റ നാമത്തിന്റെ പേരിൽ
യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന എല്ലാവരെയും കൊന്ന് കുഴിച്ചുമൂടുവാൻ അത് രാഷ്ട്രീയ ശക്തിയായ റോമൻ ഗവൺമെന്റും ആയതുപോലെ തന്നെ മത സംവിധാനമായ യഹൂദനും ശ്രമിച്ചപ്പോൾ ആ മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാകിയാൽ നിങ്ങൾ ഞങ്ങളെ കൊന്നാലും ശരി, യേശുവല്ലാതെ വേറൊരു കർത്താവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ ഏറ്റുപറഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നതിൽ സന്തോഷം കണ്ടു. അങ്ങനെ കർത്താവിന്റെ സ്വന്തം എന്ന് അവർ വിളിച്ചു പറഞ്ഞാണ് ആദിമസഭ മരണത്തിന് വിധേയമായത്, യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ വിധേയമായത് എന്ന് ചരിത്രം പറയുന്നു. ആ ചരിത്രത്തിന്റെ അപ്പോൾ അവർ പറഞ്ഞ വാക്കിന്റെ ഗ്രീക്ക് പ്രയോഗമാണ് ക്രിയാക്കോൻ. ഞാൻ യേശുവിന്റെ സ്വന്തം, ഐ ആം ഓഫ് ദ ലോർഡ്, ഞാൻ യേശുവിൻ്റെതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദിമസഭ യേശുവിന്റെ വിശ്വാസത്തെ പറയാനുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒരുപക്ഷെ വായിച്ചത് 1 കൊരിന്ത്യർ 12-ാം മൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെക്കാനുള്ള കാരണം അതാണ്. കാരണം മരിക്കുവാൻ തയ്യാറായവൻ, യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ വിശ്വാസ സമൂഹത്തിന്റെ പ്രഖ്യാപനമാണ് ജീസസ് ഈസ് ലോർഡ്, യേശു എന്റെ കർത്താവാണ് എന്ന് അവർ പറയാൻ തയ്യാറായി. ആ വാക്കിന്റെ പിന്നീട് ആ വാക്ക് ക്രിയാക്കോൻ എന്നുള്ള വാക്ക് അത് വളർന്നു. അത് പിന്നീട് ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ബൈബിൾ ചെയ്തപ്പെട്ടപ്പോൾ അവർ യേശുവിന്റെ സ്വന്തമെന്ന്, യേശുവിൻ്റെത് എൻ്റെ മകൻ എന്നൊക്കെ വരുന്ന പ്രയോഗത്തെ അവർ KIRCH കിർച്ച് എന്ന പദത്തിലെ ആണ് റോമൻ ജർമ്മൻകാര്, നമ്മുടെ കൊച്ചമ്മയൊക്കെ ജർമ്മനിൽ ഞങ്ങളൊക്കെ ജർമ്മനിൽ പോയതാണ്. അവിടെ ക്രിച്ച്, ഇവാഞ്ചലിക്കൽ ക്രിച്ചെ എന്നാണ് പറയുക. ഇവാഞ്ചലിക്കൽ ചർച്ചിന് ക്രിച്ച് എന്നാണ് ഇപ്പോഴും പറയുക, ക്രിച്ചെ. ആ ക്രിച്ച് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, യേശുവിന് മരിക്കുവാൻ തയ്യാറായത് അതാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനെ 1811 തിമ്മപ്പ പിള്ളയുടെയും അതുപോലെ തന്നെ ഫിലിപ്പോസ് റൊമ്പാന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ 4 സുവിശേഷം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും 1839 മുതൽ 42 കാലഘട്ടത്തിൽ ബെഞ്ചമിൻ ബെയ്ലിയുടെയും അത് ഹെൻറി ബേക്കർ സീനിയറിന്റെ നേതൃത്വത്തിൽ അത് മലയാളം ബൈബിൾ രൂപപ്പെടുമ്പോൾ അവർ ഈ പദത്തിന് കൊടുത്ത പേരാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ ആ സഭ എന്നോട് പറയുന്ന കാരണം അന്ന് രാജഭരണം നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു. രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന, രാജാവിന് ഉപദേശം നൽകുന്ന, രാജാവിന്റെ ഉപദേശം കേൾക്കുന്ന ആ രാജസദസ്സിനെ ആയിരുന്നു അന്ന് സഭ എന്നുള്ള വാക്കിലൂടെ 1888 വിളിച്ചു വന്നത്. അതിനെയാണ് യേശു എന്ന രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന വിശ്വാസ സമൂഹം എന്ന അർത്ഥത്തിൽ സഭ എന്ന പേര് നമ്മൾ എടുക്കുവാൻ ഇടയായത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പദവും ആ അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പള്ളിയെ അല്ലെങ്കിൽ നമുക്ക് പള്ളിയുടെ പേരിടുമ്പോൾ യേശുവിന് വേണ്ടി മരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തോടു കൂടെ അത് സ്നാപന ശുശ്രൂഷകൾ നടക്കണം, സ്ഥിരീകരണ ശുശ്രൂഷകൾ നടക്കണം, ആരാധനകൾ നടക്കണം, നമ്മുടെ ശുശ്രൂഷ നടക്കണം. വേറെ ആർക്കുള്ള യേശുവിന് വേണ്ടി ജീവിതം മുഴുവൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ അടയാളമാണ് സഭ എന്ന വാക്ക്. കൗൺസിൽ എന്ന പദം നമ്മൾ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലാണ് ആദ്യത്തെ കൗൺസിൽ കൂടുന്നത്. മറ്റൊന്നുമല്ല, സഭ അതേ കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. അന്ത്യോക്യ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് സുവിശേഷ വേലയ്ക്കായി അവരെ അയച്ചു. അവർ വളരെ ശക്തമായി സുവിശേഷം അറിയിച്ചുകൊണ്ട് അത് റോമിന്റെയും അതുപോലെ തന്നെ ഏഷ്യയുടെ ഭൂഖണ്ഡത്തിന്റെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തികളിലൂടെ യൂറോപ്പിന്റെ മേഖലകളിലൂടെ എല്ലാം സഞ്ചരിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെയെല്ലാം വിശ്വാസ സമൂഹങ്ങൾ ഇതര സമൂഹത്തിലേക്ക് വന്നു. അവരെ എങ്ങനെയാണ് കർത്താവിനോട് ചേർക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞ പ്രകാരമായിരുന്നു, അത് ഓരോ മനുഷ്യരെയും എന്നോട് ചേർത്ത് നിർത്തണം. അതിനുവേണ്ടി ദൈവം കൊടുത്തത് സ്നാപനം എന്ന ശുശ്രൂഷയാണ്. അതേ വിശ്വസിക്കുന്നവരെ, അതേ ഏവരെയും കുടുംബമായി, വ്യക്തികളായി വിശ്വസിച്ചവരെ വ്യക്തികളായും, കുടുംബമായി വിശ്വാസത്തിലെ കുടുംബമായും ആദിമസഭ ചേർക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ചേർക്കുവാനായിട്ട് തുടങ്ങിയത് വിശുദ്ധ സ്നാപനത്തിലൂടെയാണ്. വിശുദ്ധ സ്നാപനത്തിലൂടെ വിജാതീയരായ ആളുകള് യേശുവിനെ ആരാധിക്കുന്ന അതേ അനുഭവത്തിലേക്ക് വന്നപ്പോൾ
യഹൂദന്മാരിൽ നിന്ന് അപൂർവമായി ചേർന്ന് വന്ന ചില ക്രിസ്ത്യാനികളായി തീർന്നവർ പറഞ്ഞു, ഈ യഹൂദന്മാരല്ലാതിരുന്ന ജനതകളിൽ നിന്നും സ്നാപനം സ്വീകരിച്ച് വന്ന വിജാതിയരിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്നവരെയും നിശ്ചയമായും പരിച്ഛേദന കഴിപ്പിക്കണം, സർക്കംസിഷൻ കഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ചുള്ള ആലോചനയ്ക്ക് തീരുമാനമെടുത്ത ഒന്നാമത്തെ കൂടിവരവാണ് ജെറുസലേം കൗൺസിൽ. സഭയുടെ ആകമാനമായ വിശ്വാസ കാര്യങ്ങൾ, സഭയെ ആകമാനമായി ബാധിക്കുന്ന പ്രതിസന്ധികൾ, അവ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് അവർ കടന്നു വന്ന് യെരുശലേമിന്റെ പശ്ചാത്തലത്തിൽ അവർ ഒരുമിച്ച് കൂടി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അവസാനം പത്രോസും യാക്കോബും അതില് അത്ഭുതകരമായ ദൈവാത്മാവിന്റെ നിർദ്ദേശപ്രകാരം തീരുമാനങ്ങൾ അറിയിച്ചു. എന്ത്? ഇനി മുതൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്ന ആർക്കും എന്ത് വേണ്ട? പരിച്ഛേദന വേണ്ട. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിച്ചിരിക്കുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ഫൈനൽ അതിന്റെ മെസ്സേജില് പറയുന്നത്. ഇത് ഇനി വേണ്ട. ഒരുപക്ഷെ ലോക ചരിത്രത്തില് സ്ത്രീത്വത്തെ ഇതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെട്ട ഒരു പ്രഖ്യാപനം വേറൊന്നുമില്ല. കാരണം അതേ ജെൻഡർ ഡിഫറൻസ് ഈ ലോകത്തിൽ ഉളവാക്കി വെച്ചതിന്റെ പിന്നിൽ ഈ സർക്കംസിഷൻ എന്നത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നതായിട്ടും സ്ത്രീകളെ ആ കാരണത്താൽ തന്നെ സമൂഹത്തിലെ പാപത്തിന്റെ ഹേതുവായിട്ടും അതേ ലോകം കാണുകയും ഏറ്റവും ഹീനമായ രീതിയിൽ സ്ത്രീത്വങ്ങളെ മാറ്റിക്കളയുകയും ചെയ്തപ്പോൾ യേശു അവരെ ഉൾക്കൊണ്ടതിനാൽ, യേശു അവരെ മാനിച്ചതിനാൽ, അവരുടെ ശുശ്രൂഷ ഏറ്റെടുത്തതിനാൽ അത് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് കർത്താവിനോട് ചേരുവാൻ കഴിയുന്നതിന്റെ മുഖാന്തരമായി സ്നാപനം അംഗീകരിച്ചുകൊണ്ട് ആദിമ കൗൺസിൽ തീരുമാനമെടുത്തു. ഇതുപോലൊരു ഇൻകോർപ്പറേറ്റീവായ ഇൻക്ലൂസീവായ ഒരു ഡിസിഷൻ ഈ ലോകത്തിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തെ കൗൺസിലാണ്. നമ്മളിന്ന് കൗൺസിലായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ, ഭാരങ്ങൾ നമുക്കുണ്ട്, സഭയുടേതായ പ്രയാസങ്ങൾ, ഭാരങ്ങളുണ്ട്. നാം ഒരുമിച്ച് കൂടുമ്പോൾ നാം നേരിടുന്ന പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ട്. അവയ്ക്കെല്ലാം ദൈവത്തിൽ നിന്നുള്ള ആലോചനകൾ കേട്ടുകൊണ്ട് ദൈവഹിതപ്രകാരമായ തീരുമാനമെടുത്ത് ഒരുമിച്ച് ഒരു കുടുംബമായി മുന്നേറുവാനാണ് നമ്മൾ കൗൺസിലായി കൂടിയിരിക്കുന്നത്. ആകയാൽ കൗൺസിൽ അംഗങ്ങൾ എന്ന നിലയിൽ വിശ്വാസ രംഗത്തെ പ്രതിസന്ധികള്, അത് നമ്മുടെ വിശ്വാസ ജീവിത വളർച്ചയിൽ നേരിടുന്ന പ്രതികൂലങ്ങള്, ഇവയെ ഈ നാളുകളിൽ വ്യക്തമായി നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആയതുപോലെ ലഹരിയുടെ വ്യാപനവുമെല്ലാം ഈ നാളുകളിൽ വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസ ജീവിത യാത്രയിൽ ദേവാലയത്തില് അതേ സഭ ജനത്തിന്റെ ആരാധനയുടെ എണ്ണത്തിൽ കുറവുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മക്കൾ, അതേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ആലയത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുവാൻ, അതേ നിലവിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക്, മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് കൗൺസിൽ എന്നതിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ ഇന്നത്തെ കൂടിവരവ് പ്രകാരമുള്ള നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും മാത്രമായി തീരുവാനും അത് യേശുവിന് വേണ്ടി മരിക്കുവാൻ അതേ തയ്യാറാകുന്ന വിശ്വാസ സമൂഹം നമ്മളിൽ വർദ്ധിച്ചു വരികുവാനും അങ്ങനെ യേശുവിന്റെ സാക്ഷി വഹിക്കുന്നതിനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയ ഏറ്റവും ബഹുമാനമുള്ള തിരുമേനിയോടും ഓഫീസേഴ്സിനോടും പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ സഭാ ജില്ലയുടെ അഗ്രാസനായി സേവനം അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനോടുമുള്ള നന്ദിയും കടപ്പാടും ശ്രമിച്ച നിങ്ങളോടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചുകൊണ്ട് അത് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ജീവൻ വെച്ചിടും അന്ത്യം വരെ എന്നുള്ള ആ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.